കീബോർഡിൽ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോടൊന്ന് പറയാം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു. എന്നിട്ട് ഞാൻ പല പാട്ടുകളുടെയും കോഡ്സ് ഇങ്ങനെ എഫ് സി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് ചിലർക്ക് എന്താണെന്ന് പിടികിട്ടത്തില്ല, കുറച്ചൊരു ഐഡിയ ഉള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കീസ് ഏതൊക്കെയാണ്, ഇതിലെങ്ങനെയാണ് ഇതിനെ എഫ് ആക്കുന്നത് അല്ലെങ്കിൽ സി ആക്കുന്നത് എന്നൊക്കെ നമുക്ക് സംശയം കാണും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒത്തിരി വലിയ തല പോയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആദ്യം നമുക്കെല്ലാവർക്കും അറിയാം സ രി ഗ മ പ ധ നി സ, ഈ സ്വരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അത് ഈ കീബോർഡിൽ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് ഒരു പാട്ടൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ഏറ്റവും ബേസിക് കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്ന സി അല്ലെ ഈ സ രി ഗ മ പ ധ നി സ, ഈ സ്വരങ്ങൾ നമ്മൾ കീബോർഡിലേക്ക് ഇതിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ സി ഡി ഇ എഫ് ജി എ ബി സി അങ്ങനെയാണ്. ഈ സരിഗമ പദനിസ സി ഡി ഇ എഫ് ജി എ ബി സി അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ നോട്ടുകളിൽ നമ്മൾ എഴുതുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ കീബോർഡിൽ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. കുറേ കീസ് ഉണ്ടല്ലോ, അപ്പോൾ ഏതാണ് സ ഏതാണ് രി എന്നൊക്കെ ചിലപ്പോൾ സംശയം തോന്നാം. അപ്പോൾ പഠിക്കാനുള്ള ഒരു എളുപ്പവഴി, സിമ്പിൾ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള കീബോർഡുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഇത് കണ്ടോ, 2 ബ്ലാക്ക് കീ 3 ബ്ലാക്ക് കീ, 2 ബ്ലാക്ക് കീ 3 ബ്ലാക്ക് കീ, 2 ബ്ലാക്ക് 3 ബ്ലാക്ക് അങ്ങനെ കാണാം. അപ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 2 ബ്ലാക്കിൻ്റെ പാറ്റേൺ കണ്ടോ, 2 ബ്ലാക്കിൻ്റെ പാറ്റേൺ വരുന്നതിൻ്റെ തൊട്ട് മുൻപ് വരുന്ന വൈറ്റ് കീ ആണ് സി അല്ലെങ്കിൽ സ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് സി ആണ്, 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 അങ്ങനെ കുറേ സി ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി ഈ സിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സായിൽ നിന്ന് നമ്മൾ നേരെ ഈ വൈറ്റ് കീസിൽ നേരെ ഇങ്ങ് വായിച്ചു വന്നാൽ നമുക്ക് ഈ സരിഗമ പദനിസ കേൾക്കാൻ പറ്റും. ഞാൻ കേൾപ്പിച്ചു തരാം, കേട്ടോണേ. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആദ്യം റൈറ്റ് ഹാൻഡിന് പഠിക്കുക, പിന്നെ ലെഫ്റ്റ് ഹാൻഡിന് പഠിക്കുക, പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് അങ്ങനെ വായിക്കുക. പിന്നെ രസമാണ് ഇത് രണ്ടും രണ്ട് രീതി വായിച്ചാൽ അതും രസമാണ്. കേൾപ്പിച്ചു തരാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം അത് ഈ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ വിട്ടുതരാം, അത് കേൾക്കാനൊരു രസത്തിന് വായിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഈ 2 ബ്ലാക്ക് കീ 3 ബ്ലാക്ക് കീ അങ്ങനെയുള്ള പാറ്റേൺസ്, ഈ പാറ്റേൺസിൻ്റെ തന്നെ സെയിം ആണ് ഇപ്പുറത്ത്. ഇതെല്ലാം ഇത് റെപ്പറ്റീഷനാണ്, ഒരേ പാറ്റേണിൻ്റെ റെപ്പറ്റീഷനാണ്. അപ്പോൾ 2 ബ്ലാക്ക് കീയുടെ തൊട്ട് മുമ്പിലാണ് സി അല്ലെങ്കിൽ സ. ഇത് സ രി ഗ മ പ ധ നി സ എന്ന് നമ്മൾ പാടുന്നത്. നമ്മൾ കീബോർഡിൽ വായിക്കുമ്പം സി ഡി ഇ എഫ് ജി എ ബി സി എന്ന് വായിക്കും. ഇനി അതിൻ്റെ ഫിംഗറിങ്ങിൻ്റെ ഓർഡറോടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം 8 നോട്ട്സാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് അപ്പോൾ ആ 8 നോട്ട്സ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് 5 വിരലല്ലേ ഉള്ളൂ, അപ്പോൾ ബാക്കി 3 എണ്ണം മിച്ചം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന ഒരു സ്റ്റൈൽ ഇതാണ്. ആദ്യം നമ്മുടെ ഫസ്റ്റ് 3 ഫിംഗേഴ്സ് എടുക്കും, അതാദ്യം കൊടുക്കും. പിന്നെ ഈ ഫസ്റ്റ് 3 ഫിംഗേഴ്സ് എടുത്തതിന് ശേഷം, റൈറ്റ് ഹാൻഡിൻ്റെ ഓർഡറാണ് പറയുന്നത്, ഫസ്റ്റ് 3 ഫിംഗേഴ്സ് എടുത്തതിന് ശേഷം 1 2 3 എന്ന് വായിക്കുന്നു. വീണ്ടും ഈ തമ്പ് അത് മിഡിൽ ഫിംഗറിൻ്റെ താഴെ കൂടെ നമ്മൾ ക്രോസ് ചെയ്യും. അതായത് കണ്ടോണം കേട്ടോണം. അങ്ങനെ ക്രോസ് ചെയ്തിട്ട് പിന്നെ 5 വിരലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്ലുവൻ്റായിട്ട് ഇടയ്ക്ക് തടസ്സങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ അങ്ങ് വായിക്കാൻ പറ്റും. അങ്ങനെ പോകും. അപ്പോൾ അത് കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഫാസ്റ്റായിട്ട് വായിക്കാനും പറ്റും കേട്ടോ. ഇനി അതിൻ്റെ റിവേഴ്സ് ഓർഡർ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് വെച്ചാൽ, തിരിച്ചു വരുമ്പോൾ ആദ്യം 5 വിരലുകളും വായിക്കുക. ചെറിയ വിരലിന് തുടങ്ങണേ, ചെറിയ വിരലിന് തിരിച്ചു പോകുമ്പോൾ റിവേഴ്സ് ഓർഡറിൽ സി ബി എ ജി എഫ് ഇ ഡി സി ഓർഡർ കണ്ടോ. ആദ്യം ചെറിയ വിരൽ, അങ്ങനെ ആ ചെറിയ വിരൽ തുടങ്ങി 5 വിരലും വായിച്ചതിന് ശേഷം ഈ തള്ളവിരലിൻ്റെ ഫസ്റ്റ് ഫിംഗറിൻ്റെ തമ്പിൻ്റെ മുകളിൽ കൂടി
ഈ മിഡിൽ ഫിംഗർ ക്രോസ് ചെയ്യും. സി ബി എ ജി എഫ് ഇ ഡി സി. കണ്ടോ, അങ്ങോട്ട് പോയപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ ആയിരുന്നു ക്രോസ് ചെയ്തത് തള്ളവിരൽ. സി ഡി ഇ എഫ് ജി എ ബി സി, സി ബി എ ജി എഫ് ഇ ഡി സി. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ബാക്കി പാട്ടുകളെല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എന്താണ് ഈ കറുത്ത കട്ടകൾ എന്താണെന്ന്. വേറൊരു ക്ലാസ്സിൽ പറയാം, അടുത്ത ദിവസം പറഞ്ഞുതരാം. ഓക്കെ.